ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ ചിക്കൻ മസാലപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിനെന്തെല്ലാം സാധനങ്ങൾ വേണ്ടെന്നൊക്കെ ഞാൻ മല്ലി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയത് എടുത്തതാണിത്. അത് നല്ലപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കരിയാതെ ചെറിയ തീയിൽ വെച്ച് വറുത്ത് കോരി വെക്കാം. അധികം കരിഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ മസാലപ്പൊടിക്ക് ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് കരിയാതെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുറച്ച് മുളകാണ് എടുക്കുന്നത്. സാധാരണ മുളകാണ്. അത് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇപ്പോൾ മുളകൊക്കെ ആയിട്ടുണ്ട്. അതും മല്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നല്ലപോലെ കറിവേപ്പില കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. വെള്ളമെല്ലാം വഴറ്റി അതും ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. വെയിലത്ത് വെച്ച് ഉണക്കിയതുകൊണ്ട് നല്ലപോലെ പെട്ടെന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗരം മസാലേൻ്റെ സാധനമാണ്. അതിന് കുരുമുളക്, ഗ്രാമ്പ്, പട്ട, ഏലക്കായ്, ബേ ലീഫ്, ജാതിക്ക, ജാതിപത്രി, തക്കോലം, പിന്നെ ഇത് ഒരു സാജീരകമാണ്, 1 ടീസ്പൂൺ സാജീരകം. പിന്നെ ഇത് സാധാരണ ജീരകം 1 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം മാത്രം 2 ടേബിൾ സ്പൂൺ എടുത്ത് ബാക്കിയെല്ലാം ഓരോ സ്പൂണ്, സാജീരകവും ജീരകവും ഓരോ ടീസ്പൂണ്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ വറുത്തെടുക്കാം. കുരുമുളക് കൂടുതൽ എടുത്തിട്ടില്ല. പിന്നെ ജാതിക്ക ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിൻ്റെ ബ്ലേഡ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒന്ന് ചതുക്കിയിട്ട് ഇടുന്നുണ്ട് ഇതിലേക്ക്. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അധികം കരിഞ്ഞു പോവാതെ വളരെ ചെറിയ തീയിലാണ് വറുത്തെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സീൻ്റെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തതാണിത്. ഇനി നമുക്ക് 2 സാധനവും കൂടി ഇതിലേക്ക് ഇടണം. കാശ്മീരി മുളകും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് വറക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇട്ട് ഒരു ചെറിയ കളറ് കിട്ടും. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾ കഷ്ണം ഇടാത്തത് മിക്സിയിൽ ഇട്ട് പൊടിക്കുമ്പം ജാറിൻ്റെ ബ്ലേഡ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് മഞ്ഞൾ പൊടിയിട്ട് പൊടിക്കുന്നത്. മില്ലിൽ നിന്ന് പൊടിക്കുന്നതാണെങ്കിൽ മഞ്ഞൾ ഇട്ടാൽ മതി. ഇതിപ്പോൾ മഞ്ഞൾ പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കാം. എത്ര കാലം കേടുകൂടാതെ വെക്കാം. ഇതിൻ്റെ കൂടെ ചില ആൾക്കാർ അരി ഇടുന്നുണ്ട്. അരി വറുത്ത് പൊടിച്ചിട്ടാൽ നമുക്ക് കറിക്ക് കൊഴുപ്പ് കിട്ടും. ഞാൻ പക്ഷേ അരിയൊന്നും ഇടുന്നില്ല. ഞാൻ വെറും ഇത് മാത്രം ഇട്ടിട്ടാണ് പൊടിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കടകളിൽ നിന്നൊന്നും വാങ്ങാതെ ഇതേപോലെ ഉണ്ടാക്കി നോക്ക്, അഭിപ്രായം അറിയിക്കണം. നല്ല മണവും രുചിയും ഒക്കെ ഉണ്ടാവും. നമുക്ക് മായം ചേർക്കാത്ത ചിക്കൻ മസാലപ്പൊടി ഇതേപോലെ ഉണ്ടാക്കി വെച്ച് എത്ര കാലം വേണേൽ നമുക്ക് ഉപയോഗിക്കാം. 1 കിലോ മല്ലിയാണ് ഞാൻ എടുത്തത്. അതിന് വേണ്ട സാധനങ്ങളും കൂടി എടുത്ത് നല്ലപോലെ പൊടിച്ച് ഒരു ജാറിൽ അടച്ചു വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം ചിക്കൻ മസാല റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.